തീർച്ചയായും UDF പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് കുന്നത്തുനാട്ടിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരവും അതോടൊപ്പം തന്നെ 5 വർഷക്കാലം ഭരണകക്ഷി MLA ആയിട്ട് പോലും കുന്നത്തുനാട്ടിൽ യാതൊന്നും ചെയ്യാതിരുന്നതും വോട്ടർമാർ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം UDFനെ പരാജയപ്പെടുത്തിയത് 2020 എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന BJP മുന്നണിയുടെ ഭാഗമായതോടുകൂടി ഭൂരിപക്ഷ ആളുകളും കോൺഗ്രസ്സുകാരായിട്ടുള്ള UDFകാരായിട്ടുള്ള ഭൂരിപക്ഷ ആളുകളും തിരിച്ച് UDFിലേക്ക് വന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. അതിനായി ഞങ്ങൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി, അതിനെല്ലാം ഫലമുണ്ടായി. അപ്പോൾ 2020യിൽ നിന്നും നിരവധി ആളുകൾ തിരിച്ച് UDFന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി 2020 എന്ന് പറയുന്ന സംഘടനയുടെ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. BJP മുന്നണിയുടെ ഭാഗമായതോടുകൂടി സാബു എം ജേക്കബിൻ്റെ പാർട്ടി പിരിച്ചുവിട്ടതിന് തുല്യമായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് പരിപൂർണമായി അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. 3ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഈ പറയുന്ന 2020. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ കുന്നത്തുനാട്ടിലുള്ള ബാക്കിയുള്ള 3 പഞ്ചായത്തുകൾ, ആ പഞ്ചായത്ത് കൂടി UDF വിജയിക്കും, തിരിച്ചു പിടിച്ചിരിക്കും. ഇനി അവിടെ 2020 എന്ന് പറയുന്ന സംഘടനയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. അവിടെ UDFൻ്റെ തിരിച്ചുവരവിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അവരുടെ ചിഹ്നം മുറിക്കാനും കഴിക്കാനും ഉള്ള സാധനമാണല്ലോ. അതിപ്പോൾ ഇന്ന് തൊട്ട് ആളുകൾ അത് ചെയ്തോളൂ. ഞാനെപ്പോഴും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ആളാണ്. MLA ആക്കിയതും KPC ഭാരവാഹിയാക്കിയതുമെല്ലാം പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ്. MLA എന്നുള്ള നിലയിൽ നിയമസഭയ്ക്കകത്തും ജനങ്ങളുടെ ഇടയിലും നന്നായി പ്രവർത്തിച്ചുവെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് എന്നെ വീണ്ടും കുന്നത്തുനാട് തിരിച്ചു പിടിക്കാൻ എന്നെ ആ ദൗത്യം ഏൽപ്പിച്ചത്. KPCCയുടെ ഭാരവാഹിയായപ്പോഴും എന്നെ ഇഷ്ടം പോലെ ഉത്തരവാദിത്തങ്ങൾ പലതും UDFന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം 100% കൃത്യതയോടും ഭംഗിയോടും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും നാളെ എന്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും അതേപോലെ തന്നെ ചെയ്യും. പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നോ അതാണ് എൻ്റെ തീരുമാനം. അതിനപ്പുറത്തേക്ക് യാതൊരു തീരുമാനവും എൻ്റേതായിട്ടില്ല.